ഹലോ ഗൈസ്, ഞാൻ എന്താ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊടൈക്കനാലിലെ പകുതി വിശേഷങ്ങളായിട്ട് വൈൻഡപ്പ് ചെയ്തതാണ്. ഇന്ന് അവിടുന്ന് ഇതാ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് നല്ല ഉറക്കമായിരുന്നു. ഉറക്കത്തൊന്ന് ജസ്റ്റ് എഴുന്നേറ്റ സമയത്ത് ഞാൻ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്വന്തം പഴനിമലയാണ്. നല്ല ഗംഭീരമായിട്ട് ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ പഴനിമല ഈ ഒരു സമയത്ത് കാണുന്നത്. നമ്മൾ പോകുന്ന സമയത്തൊക്കെ പകലാണ്, അപ്പോൾ ഈ ഒരു ലൈറ്റിൻ്റെ കാര്യങ്ങളൊന്നും കാണാൻ പറ്റാറില്ല കേട്ടോ. അങ്ങനെ നമ്മളിത് അവിടുന്ന് ബാത്റൂമിലൊക്കെ പോയി ഒന്ന് സെറ്റായി. അതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. ഏകദേശം ഒരു 6:45 ആയ സമയത്തുള്ളൊരു വ്യൂ ആണ് കേട്ടോ. 6 മണി 6:30 ആ ഒരു ടൈമിലുള്ള വ്യൂ ആണേ. നമ്മളിതാ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാഴ്ചയാണ് കേട്ടോ. ഞാൻ ജനലിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് അത്ര കംഫർട്ടാണെന്ന് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിൻഡോ ഒന്ന് നീക്കിയിട്ടോ. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ വണ്ടിയിലുണ്ട്. നല്ല തണുപ്പാണ്. നാട്ടിൽ നിന്ന് പോരുമ്പോൾ നല്ല ചൂടാണ്. എന്നാൽ ഇവിടേക്ക് മാറിയപ്പോൾ അതിഗംഭീര തണുപ്പാണ് കേട്ടോ. നല്ല സൂപ്പർ തണുപ്പായിരുന്നു. നമുക്ക് എന്താ പറയുക, അത്രയും നമുക്ക് തണുത്തിട്ട് വണ്ടിനകത്ത് പോലും ഇരിക്കാൻ വയ്യ കേട്ടോ. ജനലിലെ വിൻഡോ ഒന്ന് മാറ്റിയപ്പോഴേക്ക് നല്ല സുന്ദരമായ കാഴ്ചയാണ്. നല്ല നമ്മൾ ചിത്രത്തിലൊക്കെ വരച്ച് വെക്കുന്നത് പോലെ മലകളും കുന്നുകളും താഴ്വാരകളും ഒക്കെ ആയിട്ട്. അതേപോലെ റോഡിൻ്റെ രണ്ട് സൈഡുകളിൽ ഫുള്ള് അരിപ്പൂക്കളാണ് കേട്ടോ. പല കളറിലുള്ള അരിപ്പൂക്കളാണ്. നല്ല വൃത്തിയുണ്ട്. എന്താ പറയുക, നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ നമുക്ക് ആ ഒരു ചുരം കയറുമ്പോൾ കിട്ടിയത്. ഒന്നാമത് നമ്മുടെ പുലർച്ചെ ആയതുകൊണ്ട് വണ്ടിയുടെ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. റോഡ് ഫ്രീ ആണ്. അതിനപ്പുറത്ത് നമുക്ക് സൺറൈസിൻ്റെ ആ ഒരു ലൈറ്റ് ഷെയ്ഡും കാര്യങ്ങളും നമ്മൾ എന്താ പറയുക, ഇതിൽ കൂടുതൽ എനിക്ക് എങ്ങനെ പറഞ്ഞു തരികയെന്നറിയില്ല. അത്രയും നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ആ വഴിയിലുടനീളം എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണാം, റോഡ് ഞാൻ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ എടുത്തത്. ഇത് ഞാൻ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാം. പക്ഷെ എനിക്കിത് നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി. അത്രയും എൻ്റെ വാക്കുകളിൽ അപ്പുറത്തായിരുന്നു കേട്ടോ നേരിട്ട ഒരു അനുഭവം. മലകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ വരച്ച് വയ്ക്കുന്നത് പോലെയുള്ള ഒരു പ്രതീതിയാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. നല്ല ഗംഭീരമായിട്ട് നല്ല ലെവലിലുള്ള തണുപ്പും അതേപോലെ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി മനസ്സിനെയും ശരീരത്തിനെയും ഒക്കെ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക്, എനിക്ക് വാക്കുകളില്ല സത്യം പറഞ്ഞാൽ. അത്രയും ഗംഭീരമായിട്ടുള്ള യാത്ര തന്നെയായിരുന്നു. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു യാത്ര പോകണം. നമ്മൾ യാത്ര പോകുമ്പോൾ ചിലവ് വിചാരിച്ചിട്ട് യാത്ര പോവാതിരിക്കരുത്. കാരണം യാത്രകൾക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നമ്മളെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടോ. കാരണം നമ്മൾ അത്രയും ചൂടത്ത് നിന്ന് നമ്മൾ വേറൊരു സ്ഥലത്തെത്തിയപ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ അവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ച് തണുത്തൊരു ഫീലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ യാത്ര മുന്നോട്ട് തിരിക്കുകയാണ്. നമ്മൾ പിന്നെ നേരെ മുകളിലെത്തിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് സൈഡാക്കിയിട്ടോ ചായയും കാര്യങ്ങളൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദാ ചുരത്തിന് മുകളിലെത്തി. നമ്മളിവിടെയാണ് വാഹനം നിർത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെറിയൊരു ടീ ഷോപ്പും അതിനോട് ചേർന്നൊരു വിനായകൻ്റെ ടെമ്പിളും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ അമ്പലത്തിൻ്റെ മുകളിലൂടെ ചെറുതായിട്ട് ഇങ്ങനെ പുക പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ കരുതി അത് കോടയാണെന്ന് കേട്ടോ. അപ്പോൾ എനിക്ക് അബദ്ധം മനസ്സിലായി. അപ്പോൾ ഞാൻ വായ അടച്ച് വെച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു ടീം കൂടി പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞങ്ങൾ രണ്ടുപേരും ഒരേ രീതിയിലാണ് കാര്യങ്ങൾ അനാലിസിസ് ചെയ്തതെന്നേ. സത്യം പറഞ്ഞാൽ അത് ചായക്കടേൻ്റെ മുകളിൽ കൂടി പോകുന്ന പുകയായിരുന്നു കേട്ടോ. ആ കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് ചിരിച്ച്. അതിനുശേഷം ആ വണ്ടിയിൽ നിന്ന് എല്ലാവരുമായിട്ട് ഇറങ്ങി. കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര തണുപ്പായിട്ട് ആളുകൾക്കൊക്കെ എന്താ പറയുക, അവർക്ക് ആ ഒരു തണുപ്പ് എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല. നമ്മൾ സെറ്ററൊക്കെ ആയിട്ട് സെറ്റായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അതാ ചെറിയൊരു മോളും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ആ ഒരു പുകയുടെ കാര്യം പറഞ്ഞ് ചിരിക്കുന്നതാണ് കേട്ടോ നിങ്ങളിപ്പോഴും കണ്ടത്. പിന്നെ അതാ നമുക്ക് അവിടുത്തെ ബസ് കാണാം. അവിടെ നിർത്തിയിട്ടുണ്ട്, ചായക്കടയിൽ നിർത്തിയതാണ്. 2-3 പേര് അവിടെ നിന്ന് ഇറങ്ങി ചായയൊക്കെ കുടിച്ച് ബസ് റിട്ടേൺ പോവുകയാണ് കേട്ടോ. പിന്നെ അത് അവിടെ നിന്ന് ഒരു കാറ് വരുന്നുണ്ട്. അങ്ങനെ നല്ല രണ്ട് സൈഡിലും പൈനാണ് കേട്ടോ. പൈൻ മരങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കൂടി കുറച്ച് യൂക്കാലിയും കാണുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ അതാ നമുക്ക് അവിടെ നിന്ന് ഒരു കുഞ്ഞു ഡോഗിനെ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങിച്ചപ്പോൾ അവനും കൊടുത്ത്. പിന്നെ ലച്ചുമോൾ ആ ക്ഷേത്രത്തിൻ്റെ മുകളിലൊന്ന് കയറി. അപ്പോൾ അവളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഞങ്ങളിത് അവിടെ ചായ എന്ന് പറയുമ്പോൾ ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ നോർമലായിട്ടൊക്കെ പറയുന്നതിനനുസരിച്ച് അവിടെ സെറ്റാക്കി തരുന്നുണ്ട്. ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഏട്ടൻ്റെ കൈ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട് ചായ എടുത്തിട്ട്. പിന്നെ അവിടെ ഈ അധികം സ്നാക്സ് എന്ന് പറയാനുള്ളത് ഈ പാക്കറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ എഗ്ഗും കാര്യങ്ങളുണ്ട്. ഇത് കണ്ടോ, ഒരു പുട്ട് പോലത്തെ ഐറ്റം കേട്ടോ. പക്ഷേ സ്പഞ്ച് കേക്കാണ്. ഉള്ളിൽ ചെറിയൊരു ക്രീമും കാര്യങ്ങളായിട്ട് ആ ഒരു അതിൻ്റെ പല വെറൈറ്റീസ് അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനൊരു വാനിലയുടെ ഫ്ലേവർ വരുന്നതാണ് എടുത്തത്. അപ്പോൾ ഉള്ളിൽ ചോക്ലേറ്റും പിസ്തയാണ് വരുന്നത്. അത് ഞാൻ ഫുള്ള് കഴിച്ചില്ല കേട്ടോ. എനിക്ക് അത്ര നന്നായി തോന്നിയില്ല. അങ്ങനെ നമ്മളും നമ്മുടെ ഡ്രൈവറും എല്ലാവരും അവിടുന്ന് ചായയൊക്കെ കുടിച്ചു. അതിനിടയ്ക്ക് ഏട്ടൻ ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി കേട്ടോ. നല്ല കാഴ്ചയാണ്, നല്ല തണുപ്പാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. മോർണിംഗിൽ അങ്ങനെ ഭയങ്കര റിഫ്രഷിങ് കേട്ടോ. അങ്ങനെ ഏട്ടൻ അതാ ആ പൈൻ കാടുകളുടെ ഇടയിലൂടെ നടന്നിങ്ങനെ വരികയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത ആളെ ഇതാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അത് ആ മോളാണ് കേട്ടോ, ഇത് ചെറിയൊരു മോളാണ്. അപ്പോൾ ആൾ ഉറങ്ങുമ്പോൾ വേറൊരു സ്ഥലം വണ്ടിയിലാണ് ഉറങ്ങി എഴുന്നേപ്പം
ആള് കണ്ടത് ഉള്ള ഒരു വ്യൂവിൻ്റെ എന്താ പറയുക ആ ഒരു അങ്കലാപ്പിൽ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോഴും ആള് റിക്കവർ ആവാത്ത പോലെയാണ്. ആരാണ്, എന്താണ്, എങ്ങനെയാണ്, ഞങ്ങൾ മാക്സിമം ആളങ്ങനെ ചിരിപ്പിക്കാനൊക്കെ നോക്കിട്ടോ. അങ്ങനെ പതിയെ പതിയെ, ചെറിയ കുട്ടിയല്ലേ, പതിയെ പതിയെ അവൾ സെറ്റായി വന്ന് അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് വീണ്ടും അവിടുന്ന് യാത്ര തിരിച്ചു കേട്ടോ. നേരെ കൊടൈക്കനാലാണ് ലക്ഷ്യം. ഇതിനിടയ്ക്ക് വേറെ ഒന്നും നിർത്തുന്നില്ല. കൊടൈക്കനാലിൽ എത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളൊരു ഇതിലാണ് പോകുന്നത്. അപ്പോൾ വഴിനീളമുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷം മുന്നേ, 4-5 വർഷം അല്ല, ഒരു 6-7 വർഷം മുന്നേ ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെയൊക്കെ നല്ല റോഡ് പണിയാണ് കേട്ടോ. ഇപ്പം എല്ലാം സെറ്റാക്കി ടൂൾ ബത്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അടിപൊളി ഗംഭീരമാക്കിയിട്ടുണ്ട് റോഡായാലും കാര്യങ്ങളൊക്കെ തന്നെ. അങ്ങനെ ഞങ്ങളിതാ ലേക്കിലേക്കാണ് കേട്ടോ പോയത്. ലേക്കല്ല, അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട് കേട്ടോ. നമ്മൾ നേരെ ഫസ്റ്റിൽ അവിടെയാണ് പോയത്. വാട്ടർഫോളിൻ്റെ അടുത്ത് നിർത്തി. പണ്ടല്ലേ എന്ന സമയത്ത് മോന് ചെറുതായിരുന്നേ, ആ സമയത്ത് നമ്മൾ ഈ ഒരു വാട്ടർഫോളിൻ്റെ അടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് അതിൻ്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടി രണ്ടാമതും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ പോയത് സൂയിസൈഡ് പോയിന്റിലേക്കാണ്. അങ്ങനെ ആ പോകുന്നൊരു കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. നമ്മളെപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, നമ്മൾ അവിടെ എത്തിയിട്ട് കഴിക്കാനുള്ള മാക്സിമം നമ്മൾ വണ്ടിയിൽ നിന്ന് കാര്യങ്ങൾ രാത്രിയിലുള്ള സ്നാക്സും കാര്യങ്ങളും അതുപോലെ നമ്മൾ കയ്യിൽ വെച്ചതുകൊണ്ട് അതൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് മാക്സിമം രാവിലെ തന്നെ തിരക്കാവുന്നതിന് മുന്നേ സ്ഥലങ്ങൾ കാണാമെന്നുള്ള ഒരൊറ്റ വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കൂടിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കൊടൈക്കനാലിന് ഗേറ്റൊക്കെ പാസ് ചെയ്ത് ഞങ്ങൾ നേരെ സൂയിസൈഡ് പോയിന്റിലേക്ക് പോയി കേട്ടോ. കഴിഞ്ഞ തവണ വന്നെന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ പഴനിമലയിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് സത്യം പറഞ്ഞാൽ പഴനി എന്തോ കോവിഡിൻ്റെ ആ ഒരു ടൈമൊക്കെ ആയിരുന്നു. അപ്പോൾ പഴനിമലയൊക്കെ അടച്ചിട്ടതുകൊണ്ട്, കോവിഡ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തോ അവിടെ എന്തോ ഒരു വർക്ക് കൊണ്ട് അത് അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കയറാൻ പറ്റില്ല. 2 ദിവസത്തിന് ശേഷം മാത്രമേ ഓപ്പൺ ആവുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ കൊടൈക്കനാൽ പോയത് കേട്ടോ. അന്ന് സൂയിസൈഡ് പോയിന്റിലൊക്കെ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ എന്തായാലും സൂയിസൈഡ് പോയിന്റിലൊക്കെ പോകണം എന്ന് തന്നെ കരുതിയിട്ടോ. കാരണം നമ്മൾ പഴനിമലയിലേക്ക് അങ്ങനെയൊന്നും വന്നല്ല, നമ്മൾ നേരെ കൊടൈക്കനാലിലേക്ക് തന്നെ വന്നതാണ്. അപ്പം നമ്മൾ അവിടെ എത്തിയതിന് ശേഷം സൂയിസൈഡ് പോയിന്റ് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. നമ്മളിതാ ഹോട്ടൽ മഹാരാജയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. നമ്മൾ നല്ലൊരു എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഇഡ്ഡലി ഉണ്ടായിരുന്നു, ദോശ, അതുപോലെ പൂരി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഇഡ്ഡലിയാണ് കേട്ടോ വാങ്ങിയത്. ഇഡ്ഡലി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ദോശയാണ് വാങ്ങിയത്. നെയ്റോസ്റ്റും മസാല ദോശയും സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കറിയുടെ കാര്യം പറയുകയാണെങ്കിൽ ടേസ്റ്റൊക്കെ ഓക്കെയാണ്. സാമ്പാർ എനിക്ക് അത്ര ഒരു കൊല്ലം സ്റ്റൈലാണ് കേട്ടോ സാമ്പാറൊക്കെ പോകുന്നത്. പൊടി ഇട്ടിട്ട് അങ്ങനത്തെ ഒരു സാമ്പാറാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ കേരളക്കാർ മാത്രമാണ് കുറച്ചുകൂടി, കോഴിക്കോട് ആ ഒരു ഭാഗക്കാരാണ് കുറച്ചുകൂടി തേങ്ങ വറുത്തരച്ചിട്ടൊക്കെ സാമ്പാർ വെക്കുന്നത്. ഇവിടെ ഫുള്ള് വെള്ളം പോലെ കേട്ടോ, പൊടിയിട്ട് വെച്ചതാണ്. എനിക്ക് അത്ര ഇഷ്ടമല്ല. ഞാൻ ചട്നിയാണ് കേട്ടോ കൂട്ടിയത്. അങ്ങനെ അതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ശേഷം നമ്മൾ നേരെ ലേക്കിലേക്ക് പോയിട്ടോ. അപ്പോൾ ലേക്കിലും പിന്നെ അത് അവിടെയുള്ള ഒരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ അത്. ബസ് സ്റ്റാൻഡും സ്ട്രീറ്റും എല്ലാം ഒരുപോലെയാണ് കേട്ടോ തോന്നുന്നത്. നമുക്ക് നമ്മളെ നാട് പോലെ സെപ്പറേറ്റഡ് ഒന്നല്ല, എല്ലാം ഇങ്ങനെ കലവിലെ വലഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ആയി. അവിടെ എന്താ മക്കൾ 2 പേര്, ലച്ചുമോളും ഇവാനിയും കൂടി ഒരു സീറ്റിലിരുന്നു കേട്ടോ. അവർ 2 പേരും ഒരേ പ്രായക്കാരാണ്. അപ്പോൾ അവർ അതിൻ്റെതായ ഇതിൽ നിന്നു കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ടീം. ഇത്രയും പേരാണ് നമ്മൾ പോയത്. കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ കുറച്ച് പേരാണ് വണ്ടിയിൽ, 2-3 സീറ്റ് ബാക്കിയുണ്ട്. പക്ഷെ എന്നാലും ഒരുപാട് പേര് ഒന്നിച്ച് തിക്കി നിറച്ച് കറക്റ്റ് സീറ്റായി പോകുന്നതിനേക്കാൾ ബെറ്റർ ഒരു 2-3 സീറ്റ് എപ്പോഴും നമ്മുടെ വണ്ടിയിൽ ഉള്ളിൽ ഫ്രീ ആയിട്ട് സ്ഥലം ഇരിക്കുന്നത് തന്നെയാണ് കേട്ടോ. അങ്ങനെയാകുമ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ആവാം. സച്ചിക്കുട്ടൻ എപ്പോഴും ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്ന്, ഡ്രൈവർ ഓപ്പോസിറ്റ് ആയിട്ട്, പിന്നെ മോളും 2 മക്കളും കൂടി അവിടെ ഇരുന്ന്, ഞങ്ങളൊക്കെ എല്ലാവരും പല സ്ഥലങ്ങളിലായിട്ട് ഇരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പിന്നെ പോകുന്നത് സൂയിസൈഡ് പോയിന്റ് ആണ് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയായിരുന്നു. ഇപ്പോൾ ഞാൻ സൂയിസൈഡ് പോയിന്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഫുൾ ബ്ലോക്കാണ് കേട്ടോ. ഈ സൂയിസൈഡ് പോയിന്റിലേക്ക് കയറുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ ഒരു സൈഡിൽ ലേക്കിൻ്റെ വ്യൂ കാണാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ലേക്കിന് നമ്മൾ സ്ക്വയർ ചെയ്തുകൊണ്ടാണോ പോകുന്നതെന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് കേട്ടോ. അങ്ങനെ സൂയിസൈഡ് പോയിന്റിലേക്ക് പോവാണ്. ഈ റോഡിൻ്റെ സൈഡിൽ നിങ്ങൾ കാണുന്നത് ഫുൾ അരിപ്പൂവാണ് കേട്ടോ. നല്ല അരിപ്പൂക്കളാണ്. പിന്നെ വെള്ള കാണുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു വെള്ള ചെടിയില്ലേ, ചെറിയൊരു അപ്പൂപ്പതാടി ടൈപ്പ് ഉള്ളത്, ഇങ്ങനെ ഊതിയാലൊക്കെ പറന്ന് കളിക്കുന്ന സമയമില്ലേ, ചെറുപ്പത്തിലൊക്കെ നമ്മൾ ചെയ്യുന്നത്, ആ ഒരു ചെടിയാണ് കേട്ടോ കാണുന്നത്. അതിനേക്കാൾ ഗംഭീരമായിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു ട്രീ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല രീതിയിൽ അതിങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ചില വീടുകളിലൊക്കെ കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ സൂയിസൈഡ് പോയിന്റിലെത്തി. അവിടെ എത്തിയപ്പോൾ പിന്നെ മാമനും മക്കളും സാധനങ്ങൾ വാങ്ങാമെന്നും പറഞ്ഞു പോയിട്ടോ.
മാമനെ കിട്ടിയാൽ പിന്നെ മക്കളും, മക്കളെ കിട്ടിയാൽ പിന്നെ മാമനും ലോകങ്ങളും മറ്റാരും ഇല്ലയെന്ന് പറഞ്ഞ പോലെയാണ്. അവരതും വാങ്ങി അങ്ങോട്ട് പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാണ് കേട്ടോ നമ്മുടെ സൂയിസൈഡ് പോയിന്റിലെ ഫസ്റ്റത്തെ വ്യൂ ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇനിയും 2 വ്യൂ കൂടി വേറെ വരാനുണ്ട്. ഇത് ഫസ്റ്റ് വ്യൂ ആണ്. അവിടെ നിന്ന് ഞങ്ങൾ ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്, പിന്നെ ഗൈസ് എൻ്റെ പട്ടി ഷോയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. വെറുതെ എല്ലാവരും എടുക്കുന്നത് പോലെ ഞാനന്ന് നോക്കിയതാണ്, പക്ഷെ ഒത്തില്ല കേട്ടോ. പിന്നെ മക്കൾ അവിടുന്ന് റീൽസിന് വേണ്ടിയിട്ടുള്ള ഷോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത്, നമ്മളെ യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ പ്രധാന ഉദ്ദേശം റീൽസ് എടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് അത് എഫക്റ്റീവ് ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ വന്ന് പറയാം. അങ്ങനെ ആകുമ്പോഴേ ഉള്ളൂ എനിക്ക് എന്തൊക്കെയാണെന്ന് അത് തിരിച്ചറിയാനും അടുത്ത വീഡിയോയിൽ എനിക്കത് നികത്താനും പറ്റുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾ കാണുന്നവർ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റായിട്ട് എന്തെങ്കിലും അയക്കുക കേട്ടോ. എൻ്റെ ഒരു ഇതിൽ ഞാൻ മോൾകൂടി തുടങ്ങിയതാണ്. എത്രത്തോളം എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അറിയത്തില്ല, ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരാം. നിങ്ങൾ പറയുമ്പോൾ മാത്രമേ എനിക്കത് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കമൻറ്റ് എന്തായാലും കുഴപ്പമില്ല, നിങ്ങളത് പറയുക കേട്ടോ. അങ്ങനെ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല, നിങ്ങൾക്ക് ആരെങ്കിലും അറിയെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ അയക്കട്ടെ. എൻ്റെ അടുത്ത് വിട്ടുപോയി. നമ്മൾ സൂയിസൈഡ് പോയിന്റ് നേരെ പോകുമ്പം കാണുന്ന ഒരു ചെറിയൊരു ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ വരുന്നൊരു ഇതാണ് കേട്ടോ. അവിടെ തന്നെ നമുക്ക് എന്താണ് ഹോഴ്സിൻ്റെ സഫാരി, കുതിര സഫാരി ഉണ്ട്. അതേപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക, ചോക്ലേറ്റ്, അങ്ങനെ എല്ലാം കൂടി ഒരു മാർക്കറ്റിംഗ് എല്ലാം കൂടി വരുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പം ബാക്കി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.